നമ്മൾ ഈ മെഡിക്കൽ കോളേജിൽ നിങ്ങൾ ന്യൂറോളജി വാർഡിലേക്കും ചെന്ന് നോക്കിക്കേ, ഒരു 100 രോഗികൾ തളർന്നു കിടക്കുന്ന പക്ഷാഘാതം സംഭവിച്ച 100 രോഗികൾ നിങ്ങൾ എടുക്കുക. ഇത് എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 90 പേരുടെ മറുപടി എന്തായിരിക്കും അറിയോ? പ്രഷറിന് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് തെക്കിലെ രാജൻ വന്ന് പറഞ്ഞ് ഗുളിക കഴിച്ചാൽ കിഡ്നി അടിച്ചു പോകും. അപ്പോൾ ഗുളിക നിർത്തി. അപ്പോൾ ഇങ്ങനായി. ഇതാണ് സംഭവിക്കുന്നത്. ഈ സയൻസ് എന്ന് പറയുന്നത് നമ്മളെ കൊല്ലാനിരിക്കുന്നതല്ലോ. ഇതിനെ ശരീരത്തിന്റെ താപനില ആവട്ടെ, ഹൃദയമിടിപ്പാവട്ടെ, രക്തസമ്മർദ്ദമാവട്ടെ, രക്തത്തിലെ ഗ്ലൂക്കോസ് ലെവലാവട്ടെ, ഇതൊക്കെ നിശ്ചിതമായ നിയതമായ ഒരു നിരക്കിൽ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ. കൂടിയാലും കുഴപ്പമാണ്, കുറഞ്ഞാലും കുഴപ്പമാണ്. അപ്പൊ അങ്ങനെ കൂടുമ്പോൾ അതിനെ നിയന്ത്രിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നതിന് പകരം ഉഡായിപ്പുകളിൽ ചെന്ന് വീഴുമ്പോഴാണ് നമുക്ക് ഈ പണി കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു 7-8% പേർക്ക് താൽക്കാലികമായിട്ടുണ്ടാകുന്ന ഇത്തരം അസുഖങ്ങൾ മരുന്നില്ലാതെ കൊണ്ടുപോകാമെങ്കിലും ബഹുഭൂരിപക്ഷം പേർക്കും മരുന്ന് കൊടുക്കേണ്ടി വരും. അത് സ്വമേധയാ നിർത്തുന്ന ആൾക്കാര് അതിന്റെ അനന്തരഫലം അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. How can we control BP without medication? Is it necessary to take medicine for BP? ശരീരത്തിലെ രക്തസമ്മർദ്ദം എന്ന് പറയുന്നതിനെ നിയന്ത്രിക്കാൻ ഷോർട്ട് ആക്ടിങ് ആൻഡ് ലോങ് ആക്ടിങ്, കുറച്ച് സമയം കൊണ്ട് ചെയ്യുന്നതും ദീർഘനേരം കൊണ്ട് ചെയ്യുന്നതുമായിട്ടുള്ള 8ഓളം വ്യത്യസ്ത സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ തകരാറിലാകുമ്പോഴത്തേക്കാണ് ഒരാൾക്ക് രക്താതിസമ്മർദ്ദം ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ അതിനെ നിയന്ത്രിക്കുന്നില്ല എങ്കിൽ കൂടിയ രക്തസമ്മർദ്ദം മൂലം രക്തക്കുഴലിന്റെ ഉൾഭാഗം പമ്പ് ചെയ്യുമ്പോഴത്തേക്ക് കൂടിയ മർദ്ദം മൂലം രക്തക്കുഴലിന്റെ ഉൾഭാഗം പരിപരുക്കനാകും. രക്തത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്? രക്തം കട്ട പിടിപ്പിക്കുന്ന ആൾക്കാരും അതിലുണ്ട്, രക്തം കട്ട പിടിപ്പിക്കാത്ത ആൾക്കാരും അതിനകത്തുണ്ട്. ഇവര് തമ്മിൽ ഇങ്ങനെ ഗോഗോ വിളിച്ചാണ് മുന്നോട്ട് പോവുക. അപ്പോ രക്തക്കുഴലിന്റെ ഉൾഭാഗം പരിപരുക്കനായി കഴിഞ്ഞാൽ ഒഴുകുന്ന രക്തം അവിടെ വെച്ച് കട്ട പിടിക്കും. നമ്മൾ ഈ മെഡിക്കൽ കോളേജിൽ നിങ്ങൾ ന്യൂറോളജി വാർഡിലേക്കും ചെന്ന് നോക്കിക്കേ, ഒരു 100 രോഗികൾ തളർന്നു കിടക്കുന്ന പക്ഷാഘാതം സംഭവിച്ച 100 രോഗികൾ നിങ്ങൾ എടുക്കുക. ഇത് എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 90 പേരുടെ മറുപടി എന്തായിരിക്കും അറിയോ? പ്രഷറിന് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് തെക്കിലെ രാജൻ വന്ന് പറഞ്ഞ് ഗുളിക കഴിച്ചാൽ കിഡ്നി അടിച്ചു പോകും. അപ്പോൾ ഗുളിക നിർത്തി. അപ്പോൾ ഇങ്ങനായി. ഇതാണ് സംഭവിക്കുന്നത്. ഈ സയൻസ് എന്ന് പറയുന്നത് നമ്മളെ കൊല്ലാനിരിക്കുന്നതല്ലോ. ഇതിനെ ശരീരത്തിന്റെ താപനില ആവട്ടെ, ഹൃദയമിടിപ്പാവട്ടെ, രക്തസമ്മർദ്ദമാവട്ടെ, രക്തത്തിലെ ഗ്ലൂക്കോസ് ലെവലാവട്ടെ, ഇതൊക്കെ നിശ്ചിതമായ നിയതമായ ഒരു നിരക്കിൽ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ. കൂടിയാലും കുഴപ്പമാണ്, കുറഞ്ഞാലും കുഴപ്പമാണ്. അപ്പൊ അങ്ങനെ കൂടുമ്പോൾ അതിനെ നിയന്ത്രിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നതിന് പകരം ഉഡായിപ്പുകളിൽ ചെന്ന് വീഴുമ്പോഴാണ് നമുക്ക് ഈ പണി കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു 7-8% പേർക്ക് താൽക്കാലികമായിട്ടുണ്ടാകുന്ന ഇത്തരം അസുഖങ്ങൾ മരുന്നില്ലാതെ കൊണ്ടുപോകാമെങ്കിലും ബഹുഭൂരിപക്ഷം പേർക്കും മരുന്ന് കൊടുക്കേണ്ടി വരും. അത് സ്വമേധയാ നിർത്തുന്ന ആൾക്കാര് അതിന്റെ അനന്തരഫലം അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്.